നമസ്കാരം. വർഷങ്ങളായി തണുത്ത അതിർത്തി, രക്തരൂഷിതമായ ഗാൽവാൻ ഏറ്റുമുട്ടൽ, അവിശ്വാസം മാത്രം നിറഞ്ഞ ബന്ധം. ഇതിനെല്ലാം ശേഷമാണ് ആനയും വ്യാളിയും ഒന്നിച്ച് നൃത്തം വെക്കട്ടെ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒരുമിച്ച് പറയുന്നത്. ചൈനയിലെ തിയാൻജിൻ നഗരത്തിൽ വികസന പങ്കാളികളാണ്, എതിരാളികളല്ല എന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പിച്ച് ആവർത്തിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ റഷ്യ ചൈന സഖ്യം വളരുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നതിനിടയിൽ നടന്ന മോദി ഷീ കൂടിക്കാഴ്ച അമേരിക്കയ്ക്കുള്ള ശക്തമായ സന്ദേശമാണോ? അതോ പാകിസ്ഥാനുമായുള്ള അടുത്ത ബന്ധം മറന്നുകൊണ്ട് 2020 ഏപ്രിലിന് മുൻപുള്ള അവസ്ഥ തിരികെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന ചൈന സഖ്യം കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ സർക്കാരിന്റെ നട്ടലില്ലായ്മയാണ്? ട്രംപിന്റെ തീരുവ ബീജിംഗിന്റെ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നതാണോ ഇന്ത്യയെ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേർന്നു രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസ്, ആരിഫ് ഹുസൈൻ, MS വേണുഗോപാൽ, ഒപ്പം നിർമ്മൽ എബ്രഹാം. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, വികസന പങ്കാളികളാണ്, എതിരാളികളല്ല, ആ വാക്കാണ് ഹെഡ്ലൈൻ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഴുവൻ ഒരു പുതിയ അച്ചുതണ്ടിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ആനയും വ്യാളിയും ഒരുമിച്ച് നൃത്തം വെക്കട്ടെ എന്ന് പറയുമ്പോൾ ഗാൽവാൻ വിഷയത്തിലടക്കം എടുത്ത ശക്തമായ ഒരു നിലപാടുണ്ട്. ഈ നിലപാട് മയപ്പെടുത്തുകയാണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അങ്ങനെ ഒരു സൂചന അതിനകത്തുണ്ടോ? US-നുള്ള ഒരു തിരിച്ചടി മാത്രം എന്ന തരത്തിലാണോ ഇത് കാണേണ്ടത്? ഇതിനെ മൾട്ടിപ്പിൾ ലെവലിൽ കാണേണ്ടതുണ്ട് അപർണ. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ എല്ലാവരും ഇതിനെ ഈ ഒരു ഇന്ത്യ ചൈന ബോൺ ഹോമി അല്ലെങ്കിൽ വൈകി വന്ന ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു ഊഷ്മള ബന്ധത്തെ വിലയിരുത്തുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായ ചില അർത്ഥതലങ്ങൾ കാണാതെ പോകരുത്. 7 വർഷം ഉണ്ടായ ഒരു തണുപ്പ്, ആ മഞ്ഞ് ഉരുകി ഇപ്പോൾ ഇതാ കുറച്ച് നോർമലൈസേഷൻ ലെവലിലേക്ക് വരികയാണ്. അതിനുള്ള ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് ഒരുപക്ഷെ ട്രംപിന്റെ കാർഡൻ നയങ്ങളാവാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇന്ത്യ ചൈന ബന്ധങ്ങൾ. നോക്കൂ, ലോക ജനസംഖ്യയുടെ 1/3 അധിവസിക്കുന്നത് ചൈനയും ഇന്ത്യയും ചേരുന്ന മഹാഭൂമികയിലാണ്. ഇവിടെ ഒരു മാനവരാശിയുടെ തന്നെ 1/3 വസിക്കുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം, തീർച്ചയായും അത് മാനവരാശിയുടെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന പരസ്പരമുള്ള കണ്ടെത്തൽ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുതന്നെയാണ് ഒരു പരിധിവരെ ഈ ഉച്ചകോടിയിൽ ഊന്നിപ്പറഞ്ഞത്. ഷീ ജിൻപിങ് മോദി ചർച്ചയിൽ നിഴലിച്ചു നിന്നതും ആ ഒരു വികാരമാണ്. ഇവിടെ പലരും കരുതുന്നത് പോലെ അമേരിക്കയ്ക്കുള്ളൊരു താക്കീത് മാത്രമല്ല, മറിച്ച് ഏഷ്യയുടെ നൂറ്റാണ്ട് പിറന്നിരിക്കുന്നു എന്ന ഒരു പൊതുവികാരം ഇവിടെയുണ്ട്. ചൈന, ജപ്പാൻ, ഇന്ത്യ, റഷ്യയുടെ ഏഷ്യൻ ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. ലോകത്തെ വിഭവങ്ങളുടെ സിംഹഭാഗവും ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം ഇതെല്ലാം തന്നെ അധിവസിക്കുന്ന ആ ഭൂമി, അതിനെ അവഗണിച്ചുകൊണ്ട് യൂറോസെൻട്രിക്കായ ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു ബന്ധം, യൂറോപ്പ്, പശ്ചിമ യൂറോപ്പും അമേരിക്കയും നേതൃത്വം നൽകുന്ന ഒരു ലോകക്രമം ഒരു 14-15 നൂറ്റാണ്ട് മുതൽ ആ രീതിയിൽ തന്നെയാണ് ലോക രാഷ്ട്രീയം കറങ്ങിയിരുന്നത്. അതിനൊരു മാറ്റം വന്നേ പറ്റൂ, ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നേ പറ്റൂ എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഷീ ജിൻപിങ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇവിടെ മോദി ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. ഇവിടെ മാർച്ച് മാസം ഷീ ജിൻപിങ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അതിനുള്ള കാറ്റലിസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ചൈനയ്ക്കെതിരെ നടത്തിയ തീവ്രമായ ആക്രമണം, വ്യാപാര യുദ്ധത്തിന്റെ വലിയ കാർമേഘങ്ങളാണ് ചൈനയ്ക്ക് മേൽ പെയ്തിറങ്ങുമെന്ന് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ആ കാർമേഘം കുറെയൊക്കെ ഒഴിഞ്ഞുപോയി എന്ന് കരുതാം. ഇപ്പോൾ ഇതാ ആ കാർമേഘം ഇന്ത്യക്ക് നേരെ നടന്നെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മാർച്ച് മാസം തുടങ്ങി വെച്ച ടാങ്കോ, അതായത് ചൈനീസ് ഡ്രാഗൺ ആൻഡ് ഇന്ത്യൻ എലിഫന്റ് ക്യാൻ ടാങ്കോ, ഇത് പ്രസിഡന്റ് ടു പ്രസിഡന്റ് കോൺടാക്റ്റിൽ വന്നൊരു പ്രയോഗമാണ്. അത് ഇന്നത്തെ ദിവസം വീണ്ടും ഷീ ജിൻപിങ് ആവർത്തിക്കുന്നത് കണ്ടു. അതായത് ചൈനയെക്കുറിച്ച് ഉള്ള ആശങ്കകളാണ്. ചൈനീസ് വ്യാളി എന്ന് പറയുമ്പോൾ ചൈനയെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ചൈനീസ് ഡ്രാഗൺ വിൽ ബ്രീത്ത് ഫയർ ഡൗൺ അവർ നെക്ക് എന്നൊരു പരമ്പരാഗത വിശ്വാസം. അത് ഒരുപക്ഷെ 1962 യുദ്ധം, 1965 പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ ചൈന പാകിസ്ഥാൻ നൽകിയ
സഹായം, അതുപോലെ കാർഗിൽ യുദ്ധ സമയത്തൊക്കെ ചൈന എടുത്ത നിലപാട്, ഏറ്റവും അവസാനം ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്തുൾപ്പെടെ പാകിസ്ഥാൻ പൊരുതിയത് ചൈനീസ് ആയുധങ്ങളുമായിട്ടാണ്. ആ സമയത്തെല്ലാം തന്നെ ചൈന പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട്. അതിൽ നിന്നും പെട്ടെന്ന് എങ്ങനെയാണ് മാറി ചിന്തിക്കാൻ കഴിയുക? സ്വാഭാവികമായും കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമാണ്. ഗാൽവാൻ നമ്മൾ മറന്നുപോയോ? 20 സൈനികരെ ബലി കൊടുക്കേണ്ടി വന്ന ഗാൽവാൻ ദുരന്തം 2020 അതിന് മുൻപുണ്ടായിരുന്ന അരുണാചൽ ബോർഡറിലുണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ബോർഡർ ഈസ് ഹൈലി ഇൻസെക്യൂർ എന്നൊരു പ്രതീതിയാണ്. അത് മാത്രമല്ല, ചൈന ഇന്ത്യയുടെ ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി, ഹെക്ടർ കണക്കിന് ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ എന്തുകൊണ്ട് ഈ ദുരനുഭവങ്ങളെല്ലാം മറന്നുകൊണ്ട് ചൈനയുമായി കൈകോർക്കാൻ പോയി എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. ആ ചോദ്യം സ്വല്പം ഉറക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ചൈന ഇന്ത്യ ട്രേഡ് ഡിസ്കഷൻസ് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് ചിന്തിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നാൽ അതൊക്കെയാണ്, സിഒ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ചൈന ഉഭയകക്ഷി ചർച്ച നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഗ്രൗണ്ട് ഒരുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായി ഗ്രൗണ്ട് സെറ്റായില്ല. അതുകൊണ്ടാണ് വ്യക്തമായ ധാരണകളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ ട്രേഡ് ഫിഗേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യക്ക് ചൈനയുമായുള്ള വ്യാപാരത്തിൽ അടവശിഷ്ട നില ലേശം മോശം തന്നെയാണ്. അത് ബ്രിഡ്ജ് ചെയ്തു കൊണ്ടുവരാൻ, ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാൻ ഭാരതം ആഗ്രഹിക്കുന്നു എന്ന കാര്യം മോദി വ്യക്തമായി പറയുകയും ചെയ്തു. അതിന് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സാധിക്കും, ചൈനയിലുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റുകളും ഇന്ത്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയുടെ നിയന്ത്രണവും എല്ലാം തന്നെ ഏത് രൂപത്തിലാകും എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള സംസാരമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തി ഒരു വലിയ ഫണ്ടമെന്റൽ പ്രശ്നമായി കരുതേണ്ടതില്ല എന്ന ഷീ ജിൻപിങ്ങിന്റെ വാക്കുകൾ അത് നാനാർത്ഥമുള്ള വാക്കുകളാണ്. കാരണം അതിർത്തിയായിരുന്നു എക്കാലത്തും ഫണ്ടമെന്റൽ പ്രശ്നമായി ഇന്ത്യ കണ്ടിരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 4000-ഓളം കിലോമീറ്റർ നീളുന്ന അതിർത്തി എപ്പോഴും ദുർബലമായിരുന്നു. ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൈനയുടെ 5 ഫിംഗർ പോളിസി, ആ 5 ഫിംഗർ പോളിസിയിൽ ഒരു ഫിംഗറാണ് ഇന്ത്യയുടെ കാശ്മീർ ഭാഗത്തുള്ള ലഡാക്ക്. അതുപോലെ ഈ നേപ്പാൾ, ഭൂട്ടാൻ പ്രദേശങ്ങൾ 5 ഫിംഗർ പോളിസിയുടെ ഭാഗമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമല്ല. എന്നാൽ സിക്കിം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്, അരുണാചൽ പ്രദേശ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ, ഇവിടെല്ലാം തന്നെ ചൈനീസ് സ്വാധീനമുണ്ട്, ചൈനീസ് കൾച്ചറുണ്ട് എന്ന് ചൈന ക്ലെയിം ചെയ്യുന്നു. അതുകൊണ്ട് ചൈന കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മേഖലകളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ചൈനീസ് എക്സ്പാൻഷനിസ്റ്റ് പോളിസിയെ ഇന്ത്യ സംശയത്തോടു കൂടിയാണ് എക്കാലത്തും കണ്ടിരുന്നത്. ആ ഒരു കാര്യം ഫണ്ടമെന്റൽ പ്രശ്നമായി എടുക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് അത് അയൺ ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭൗമരാഷ്ട്രീയം മാറി മറിയാൻ നിമിഷങ്ങൾ മതിയാകും. അതാണ് ഫണ്ടമെന്റൽ പ്രശ്നം. ഇപ്പൊ കാശ്മീർ എന്ന ഫണ്ടമെന്റൽ പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റു പ്രശ്നങ്ങൾ വളരെ തുച്ഛമാണ്. അവിടെയാണ് ഫണ്ടമെന്റൽ പ്രശ്നങ്ങളിൽ ഒരു ധാരണയാകാം. ഭാരതവും ചൈനയും മാത്രം ധാരണയിലായാൽ മതിയോ? കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ബ്രിക്സ് രംഗത്ത് വരേണ്ടതുണ്ടോ? ഒരുപക്ഷെ അതിന്റെ ഏർലി സൂചന ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളും ഇല്ല എങ്കിൽ പോലും 10 രാജ്യങ്ങൾ SCOയിൽ 10 രാജ്യങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, ഈ 10 രാജ്യങ്ങളുടെ പട്ടിക പീഡിപ്പിക്കുന്ന അമേരിക്കയെ ഭീതിപ്പെടുത്തുന്ന ഒരു പട്ടികയാണ്. നോക്കൂ, റഷ്യയുണ്ട്, മുൻ റഷ്യൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ ബെലറൂസ് ഉണ്ട്. ഇത് രണ്ടും യൂറോപ്യൻ ശക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. ഏഷ്യൻ പ്രദേശത്ത് നിന്ന് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ, റഷ്യയുടെ സ്വാധീന വലയത്തിലായിരുന്ന അല്ലെങ്കിൽ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഈ 4 രാജ്യങ്ങൾ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കാളികളാണ്. ചൈനയും ഇന്ത്യയും പോലെയുള്ള ഭീമൻ രാജ്യങ്ങൾ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് ഇറാൻ. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാൽ യഥാർത്ഥത്തിൽ ബ്രിക്സ് കൂട്ടായ്മ, എല്ലാം ബ്രിക്സ് രാജ്യങ്ങളല്ല എന്ന് ഓർക്കണം. പക്ഷേ ബ്രിക്സും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനും എല്ലാം തന്നെ പാശ്ചാത്യ വിരുദ്ധതയുടെയും അമേരിക്ക സെൻട്രിക് ഒരു വേൾഡ് ഓർഡറിന്റെ എതിരായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അത് പുനരുജ്ജീവിപ്പിച്ചു വരുന്നത് വളരെ മന്ദഗതിയിലായിരുന്നു. ഡോക്ടർ മോഹൻ മരിച്ച് ഞാൻ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് ഡോക്ടർ മോഹൻ മരിച്ച് വളരെ ചുരുക്കത്തിൽ. അതായത് നമ്മൾ ഈ ഉറ്റുനോക്കുന്ന പോലെ US ഒരു വശത്ത് നിൽക്കുന്നു, ട്രംപിന്റെ കടൻ നയങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു, ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം അതൊരു പുതിയ അച്ചുതണ്ടായി വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ഒരു വിഷയമാണോ പ്രധാനമായിട്ട് നിൽക്കുന്നത്? ഇപ്പുറത്ത് ട്രംപിന്റെ വലിയ സമ്മർദ്ദം കൊണ്ട് ബീജിംഗ് മുന്നോട്ട് വയ്ക്കുന്ന ചില നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വരുന്നു ഇന്ത്യക്ക് എന്നുള്ളൊരു ഒരു ഒപ്പോണൻസിന്റെ ഒരു ആരോപണമുണ്ട്. അതിനെ ആ തരത്തിൽ പൊളിറ്റിക്കലി മാത്രം എടുത്താൽ മതി എന്നാണ്.
അതിനെ പൊളിറ്റിക്കലി മാത്രം എടുത്താൽ മതി. ചൈന വരച്ച വരയിൽ ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം മാത്രമാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. ഇവിടെ G20 എന്ന ഒരു ക്രമം 1900 അതായത് ആഗോള സാമ്പത്തിക മാന്ദ്യം സംഭവിച്ച 2008-09 മുതൽ ഒരു G20 റെജിമൻ, അതായത് വികസ്വര രാജ്യങ്ങളും അത് പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും ചേരുന്ന, അതായത് മുൻകാലത്തെ G15 G7 കൂടെ ചേർന്ന G20+1 G21 ഈ ക്രമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് പകരമായി ഒരുപക്ഷെ രണ്ട് ധ്രുവങ്ങളായി ലോകം വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക നേതൃത്വം നൽകുന്ന G7 സംവിധാനവും അതാണ് ലോക വ്യാപാരത്തിന്റെ 28%. പക്ഷെ അതേക്കാൾ ലേശം കൂടുതലാണ് യഥാർത്ഥത്തിൽ വിപുലീകരിച്ച ഈ പറയുന്ന ബ്രിക്സിന്റെ വ്യാപാരം എന്ന് പറയുന്ന പരസ്പരമുള്ള വ്യാപാരം. ഏതാണ്ട് ലോക വ്യാപാരത്തിന്റെ 35% വരും. അത് കൂടാനാണ് സാധ്യത. കാരണം വളർച്ചാ നിരക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ വളർച്ചാ നിരക്ക് പരിഗണിക്കുമ്പോൾ അത് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് G7 വേഴ്സസ് ബ്രിക്സ് എന്ന നിലയിലേക്ക് ലോക വ്യവസ്ഥ, അതായത് രാഷ്ട്രീയ വ്യവസ്ഥ മാത്രമല്ല സാമ്പത്തിക ഘടന മാറാനുള്ള സാധ്യത. ഇതാണ് പാരഡൈം ഷിഫ്റ്റ്. അതുകൊണ്ട് ചൈന, റഷ്യ, ഇന്ത്യ ഓൺ ദ സെയിം പേജ്. ജപ്പാൻ ന്യൂട്രലൈസ്ഡ്. അമേരിക്കൻ ചേരിയിൽ നിന്ന് മാറത്തൊന്നുമില്ല, പക്ഷെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്ന ജപ്പാൻ. യൂറോപ്യൻ രാജ്യങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി ട്രംപിനെ വീക്ഷിക്കുന്നു. ഇതെല്ലാം തന്നെ അടിയുറച്ചു നിൽക്കുക എന്നൊന്നും പറയുന്നത് ശരിയല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപ് നിവൃത്തികേടിന്റെ പേരിൽ ഇപ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കേണ്ടി വരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു നിലപാടുണ്ടാവും. അവിടെയാണ് അമേരിക്കയുടെ മേധാവിത്വം അവസാനിച്ചു എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കാണ് ലോക ഘടനകളുടെ പോക്ക്. ഇപ്പോൾ ഇത് ശ്രമിച്ചില്ല എങ്കിൽ ചൈനയ്ക്കും ഇന്ത്യക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നൗ ഓർ നെവർ. ഇപ്പോൾ അനുകൂലമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യമാണ്. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ പരമാവധി അമേരിക്ക കേന്ദ്രീകൃതമായ വ്യവസ്ഥയെ മറികടക്കാൻ, ഡോളർ കേന്ദ്രീകൃത വ്യവസ്ഥയെ മറികടക്കാൻ കിട്ടിയ ഏറ്റവും ഉചിതമായ ഒരു സമയമായി ഈ പ്രതിസന്ധി ഘട്ടത്തെ മാറ്റിയെടുത്തതിലാണ് ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ കൈ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ തിരികെത്താം. ശ്രീ MS വേണുഗോപാൽ, US-നെതിരായിട്ട് ഉരുത്തിരിയുന്ന അച്ചുതണ്ടിന്റെ ആവശ്യകത എന്തുകൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് ലോകം കടക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭ്യന്തര രാഷ്ട്രീയം ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ പല പല പോയിന്റിലാണ്. അതൊന്ന്, ചൈനയുടെ അതിർത്തി കയറ്റം അത് നിലനിൽക്കുകയാണ്. ഇത് നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന ഈ കൈകോർക്കലിനെ എങ്ങനെ ന്യായീകരിക്കും? ബോർഡർ സ്റ്റാൻഡ് ഓഫ് ഇപ്പോഴും തുടരുന്നു. അപ്പോൾ ഇത് ഈ പറയുന്ന സന്ദർശനമടക്കം നീതീകരിക്കപ്പെടുമ്പോൾ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി കൊടുക്കും? മൂന്നാമത്, നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ എല്ലാ സമയത്തും പാകിസ്ഥാനെ ചേർത്ത് നിർത്തുന്ന ചൈനയാണ്. ഈ മൂന്ന് വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു കണക്ക് കൂട്ടൽ മോദി സർക്കാരിന് കാണാൻ കഴിയുക? അത് വെച്ച് വേണമല്ലോ ഇത് മൂന്നും ന്യായീകരിക്കാൻ. മുട്ടുമടക്കിയതല്ല ബീജിങ്ങിന് മുന്നിൽ എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? സത്യത്തിൽ ഇത് മുട്ടുമടക്കൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു പ്രധാനമന്ത്രിക്കും ചൈനയിൽ ചെന്നാൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് ഇത്തവണ ലഭിച്ചത്. ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. റെഡ് കാർപ്പറ്റ് വെൽക്കം മാത്രമല്ല, അവിടെ നൃത്തരൂപങ്ങൾ വെച്ച് തകർക്കുകയാണ്. ഇന്ത്യൻ സംഗീതം, അതുപോലെ തന്നെ വന്ദേ മാതരം തുടങ്ങി ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്കും ഇതുപോലെ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം അവിടെ നൽകിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സമ്മിറ്റിലേക്ക് വന്നപ്പോൾ സമ്മിറ്റിനകത്ത് ആദ്യമായി നരേന്ദ്രമോദി പറഞ്ഞത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ബന്ധം എന്നുള്ളതാണ്. ഇത് അമേരിക്കയ്ക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ്. അതായത് ഇന്ത്യ ഇനി ആരെങ്കിലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം, ലോകബന്ധം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനം എവിടെയാണ് വരുന്നത്? ഞാനും നിങ്ങളും തുല്യമാകുന്നിടത്താണ് പരസ്പര ബഹുമാനം. അപ്പോൾ ഇന്ത്യ എവിടെയാണ് മുട്ടുമടക്കിയത്? ഇന്ത്യ മുട്ടുമടക്കിയില്ലെന്ന് മാത്രമല്ല, ആ സമ്മിറ്റിൽ ആദ്യം ട്രേഡ് ചർച്ചയല്ല വന്നത്. ആദ്യം നരേന്ദ്രമോദി പറഞ്ഞത് അതിർത്തി തർക്കം നമ്മൾ പരിഹരിക്കണം. അതിർത്തി തർക്കം ഇപ്പോൾ തന്നെ നമ്മൾ പല ഘട്ടങ്ങളായി പല കാര്യങ്ങളിൽ നടപടിയെടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായും നടപ്പിലാക്കണം. അതോടൊപ്പം ഇന്ത്യയുടെ നമ്മുടെ അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം. കാരണം 4000-ഓളം കിലോമീറ്ററിൽ വിവിധ ആശയങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് രണ്ട് രാഷ്ട്രങ്ങളും
ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ള വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി അവിടെ നിൽക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമ്മൾ പൊളിറ്റിക്കലായി ഹാൻഡിൽ ചെയ്യണം, നോട്ട് ആസ് എ വാർ അല്ലെങ്കിൽ ഒരു പുഷ്. നമ്മുടെ ആർമി തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധത്തിൽ പോലും അത് വരാൻ പാടില്ല, പൊളിറ്റിക്കലായി അത് പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷീ ജിൻപിങ് തലയാട്ടി സമ്മതിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഇതിനായിട്ടൊരു പ്രത്യേക ടീമിനെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഷാങ്ഹായ് സമ്മിറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യയിൽ ഇനി റിമെയിൻ ചെയ്യുന്ന അതിർത്തി പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നത് അത്യാവശ്യമാണ് എന്നുള്ളത് ഷീ ജിൻപിങ്ങിന് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം വേറൊന്ന് പറഞ്ഞത്, ട്രേഡും ടെററിസവും ഒന്നിച്ചു പോവില്ല. പാകിസ്ഥാനും മറ്റ് ഇന്ത്യക്ക് എതിരെ തീവ്രവാദവുമായി വരുന്നവർക്ക് മുഴുവനുള്ള ഒരു മെസ്സേജ് കൂടെയാണ്. ചൈനയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രേഡ് നടത്തുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കുന്നതിന് മുമ്പായിട്ട് ടെററിസം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയണം. അതിൽ പഹൽഗാം കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ സൈൻ ചെയ്തെന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടായേനെ. കാരണം പാകിസ്ഥാനും ഈ ഷാങ്ഹായ് സമ്മിറ്റിലെ ഒരു പ്രതിനിധിയാണ്. ആ സാഹചര്യത്തിൽ അത്തരം ഒരു പൊട്ടിത്തെറി അവിടെ വേണ്ട എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇത് തത്വത്തിൽ ചൈന അംഗീകരിച്ചു എന്നുള്ളതാണ് രസം. ഇതൊക്കെ പോകട്ടെ, ഏറ്റവും ഞാൻ ഒരിക്കലും ചൈന സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടെ സമ്മതിച്ചിരിക്കുന്നു. ട്രേഡ് ഡെഫിസിറ്റ്, $100 മില്യൺ ട്രേഡ് ഡെഫിസിറ്റ് നമ്മളും ചൈനയുമായി ഉള്ളതിൽ കുറവ് വരുത്താമെന്ന് ഷീ ജിൻപിങ് തലയാട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇതൊരു അത്ഭുതമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരൊറ്റ മീറ്റിങ്ങിൽ ഇത് നടക്കുമെന്ന്. ഇത് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ചൈനയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇന്നത്തെ ഇന്ത്യ ഒരു നിസ്സാര ശക്തിയല്ല. എനിക്ക് അമേരിക്കയേക്കാൾ കൂടെ നിർത്തേണ്ടത് ഇന്ത്യയാണെന്ന് ഷീ ജിൻപിങ്ങിന് തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഞാൻ കൂടുതൽ അതിൽ പ്രാധാന്യം കാണുന്നത് അവരുടെ ചാങ് ചി എന്ന് പറയുന്ന അടുത്ത തലമുറ നേതാവ്, ഷീ ജിൻപിങ്ങിന് ശേഷം അടുത്ത നേതാവായി ചൈന കണക്കാക്കുന്ന വ്യക്തിയുമായി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തിയിരിക്കുന്നു. ആ ഒരു ചർച്ചയ്ക്ക് അനുവദിക്കണമെങ്കിൽ ഷീ ജിൻപിങ് അതിനും കൂടെ തയ്യാറായെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെയും താങ്കളുടെയും കാലം കഴിഞ്ഞും ഇന്ത്യ ചൈന ബന്ധം നിലനിൽക്കണം, ഇതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് പറയുന്ന വിധത്തിലേക്ക് അത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായിട്ട് ബ്രിക് രാഷ്ട്രങ്ങൾ, SCO രാഷ്ട്രങ്ങൾ ഒക്കെ നിലകൊള്ളണം എന്നും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആരുടെയും തിട്ടൂരത്തിനനുസരിച്ചല്ലാതെ അന്തസ്സായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അതിനുള്ള ട്രേഡ് നമ്മൾ ഉണ്ടാക്കണം. അതിനൊക്കെയുള്ള ചെറിയ ചെറിയ തുടക്കങ്ങൾ ഇപ്പോൾ ഓൾറെഡി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ തീർത്ഥയാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിമാന സർവീസ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോകും. ഇതൊക്കെ നമുക്ക് ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൂടെ കൂടുതൽ വന്നിരിക്കുന്നത് മാത്രമല്ല, സൗത്ത് ടു സൗത്ത് ട്രേഡ് ശക്തമാക്കണം, ഏഷ്യയിലെ സൗത്ത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് ശക്തമാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ചരക്ക് ഗതാഗതം വളരെ സുഗമമായി ലോറിയിൽ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സൗത്ത് രാഷ്ട്രങ്ങൾ. അപ്പോൾ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ, ഏറ്റവും വിപുലമായ രീതിയിൽ ട്രേഡ് അങ്ങനെ ശക്തമാക്കണം എന്നും കൂടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒക്കെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നോ നാളെയോ അവസാനിക്കുന്നതല്ല, ലോകത്തിന് ഒരു പുതിയ ക്രമം, ഒരു ജിയോ പൊളിറ്റിക്കൽ ക്രമം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്ന് ഷീ ജിൻപിങ് കൂടെ കയ്യൊപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇതിൻ്റെ അലയൊലികൾ US നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ എക്കോണമി മരിച്ചു എന്ന് പറഞ്ഞ ട്രംപ് മരിച്ചു എന്ന് ഇന്ന് Xൽ അവിടെ പോസ്റ്റിംഗ് നടക്കുകയാണ് അവിടുത്തെ ജനത തന്നെ. ഇതൊരു അത്ഭുതമാണ്. ഇതെങ്ങനെ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ തിരികെത്താം. ശ്രീ MS വേണുഗോപാൽ, ശ്രീ ആരിഫ് ഹുസൈൻ, എലിയെ പിടിക്കാൻ ഇല്ലം ചുടുകയാണോ എന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷം. ട്രംപ് US-ന്റെ കനത്ത ഈ വലിയ താരിഫിനെ നേരിടാൻ വേണ്ടി ചൈന പറയുന്നത് എന്തിനും
തലകുലുക്കി സമ്മതിക്കുകയാണോ, അതല്ലെങ്കിൽ ചൈനയുടെ ഒരു ഓർബിറ്റിനകത്ത് വന്ന് പെടുകയാണോ ഇന്ത്യ? ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ബന്ധമായിരിക്കും ഇനി US-ഉം ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കുക? വലിയൊരു സുരക്ഷാ വിഷയങ്ങൾ വന്നാൽ ഡൽഹി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ചോദിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആ ചോദ്യങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന് കരുതുന്നുണ്ടോ? എന്ന് പറയുന്ന രാജ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ കണ്ടെത്താനും അവരുടെ രാജ്യ താല്പര്യങ്ങൾ ഉയർത്തി വെക്കാനും വലിയ തോതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു രീതി മുന്നിൽ വെക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ ഒരു മുൻ ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് കാണാവുന്ന കാര്യമാണ്. അവരുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നമുക്ക് ഒരിക്കൽ പോലും കാണാൻ സാധിക്കാറില്ല. കച്ചവട താല്പര്യങ്ങളാണ് എപ്പോഴും അവർ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ്. അത് ആളുകളുടെ അവരുടെ ദേശ സ്നേഹം അളക്കാൻ വേണ്ടി പോലും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ചൈനയുമായിട്ടുള്ള ബന്ധം. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ അത് വെച്ചുകൊണ്ട് പറയാറുണ്ട്, അതുപോലെ കോൺഗ്രസ്സുകാരെ കുറിച്ച് അത് വെച്ച് പറയുന്നു, അതുപോലെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ BJP-ക്കാരാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇന്ന് ഇവിടെ BJP സർക്കാർ ഇതുപോലെ ഒരു നീക്കം നടത്തുന്നു. അത് ഇതുപോലെ ഒരു ട്രംപുമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പേരിൽ ഇതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു അടിയറവ് പറയുന്നതിന് തുല്യമല്ലേ എന്ന രീതിയിൽ അത് ഉയരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇതുപോലുള്ള മേഖലകളിൽ ഒരിക്കലും തന്നെ പെർമനന്റ് ആയിട്ടുള്ള ശത്രുക്കളോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള മിത്രങ്ങളോ ഇല്ല. കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രായോഗിക തലത്തിൽ ഒരു ദേശ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയാണ് വേണ്ടത്, ചൈനയാണെങ്കിലും അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ കാലങ്ങളായിട്ട് ചൈനയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പറയാറുള്ള ഇപ്പോൾ ബ്രഹ്മപുത്ര വെള്ളം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ അതിർത്തി തർക്കങ്ങളായാലും എല്ലാത്തിലും നമ്മൾ കാണുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ചൈനയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളായിട്ട് മാറുന്നു. അത് നമുക്ക് എപ്പോഴും ഒരു കല്ലുകടിയായിട്ട് മാറുന്നതും യുദ്ധ സമാനമായ അവസ്ഥയിലേക്ക് പോകുന്നതും സ്റ്റാൻഡ് ഓഫ്സ് പോലും ഉണ്ടാവുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ എന്ന് പറയുന്നത് ഇതൊരു പുതിയ തുടക്കമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പണ്ട് കാലത്ത് നടന്നിരുന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സംഗതികൾ അത് മാത്രം മതി. അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പാടില്ല. അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു നീക്കം നമ്മൾ നടത്തിയാൽ അത് അടിയറ വെക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മാത്രമേ ദോഷമായിട്ട് വരൂ എന്നും കൂടിയാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമായ സ്റ്റെപ്പുകൾ ആര് തന്നെ എടുത്താലും അത് നമ്മൾ എടുക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് ഇതിൽ ഞാൻ കാണുന്നത്. ഇപ്പോൾ ട്രംപിനെ പോലെയുള്ള ഒരാൾ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ള വിഷയം, ഈ അമേരിക്കയുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അതും ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന കാര്യമായിരിക്കില്ല. അടുത്ത ഒരു പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ അതിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പുകൾ അവിടുന്ന് തന്നെ ഉയർന്നു വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും തന്നെ പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിന്റെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് റോൾ ബാക്ക് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയായിട്ട് കാണുമ്പോൾ ഇതിൽ നിന്ന് മറികടക്കാനുള്ള മറ്റ് ബദൽ വഴികളെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുന്നതും ആഭ്യന്തര മാർക്കറ്റുകളിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ ഇറക്കുന്നതും ഒക്കെ ഇതിൽ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു പേജ് തുറന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിലൊരു വലിയ ഒരു മുന്നേറ്റമാണ് ചൈനയുമായിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ എന്നാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ആയുധമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്ലിയർ ആക്കണം നമ്മളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. എന്നും ഇങ്ങനെ ശത്രുവായിട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിന്ന് അടികൂടി നിൽക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ എപ്പോഴും ഒരു ശത്രുത നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണോ വേണ്ടത്, അതോ ബന്ധങ്ങൾ ഊഷ്മളമാക്കി മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? അതിപ്പോ ഈ ചൈനയുടെ വിഷയത്തിൽ മാത്രമല്ല, ഈവൻ പാകിസ്ഥാനുമായിട്ടാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈന വേണം, അതുപോലെ ഈ ഏഷ്യയിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താൻ അമേരിക്കയെക്കാളും അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇടയിൽ നിൽക്കാൻ പ്രാപ്തമായ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാ അത് ചൈനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചും കൂടിയും ഈ ഒരു മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പൊതു താല്പര്യം കണ്ടെത്തിക്കൊണ്ട് അതിൽ ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തിക്കൊണ്ട് കാര്യങ്ങളിലേക്ക് ഒരു പരിഹാരത്തിലേക്കൊക്കെ പോകാൻ സാധിക്കുക ചൈനയുമായിട്ടുള്ള ബന്ധമാകും എന്നാണ് തോന്നുന്നത്. യെസ്, ഞാൻ തിരികെ എത്താം ശ്രീ ആരിഫ് ഹുസൈൻ. അങ്ങനെ പക്ഷേ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ആ ഒരു ജുഗൽബന്ദി അങ്ങനെ നിൽക്കുമ്പോൾ എത്രത്തോളം ചൈന ആ ഒരു മീഡിയേറ്റർ പൊസിഷൻ വഹിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിലേക്ക് കൂടെ ഞാൻ വരാം. നിർമ്മല അബ്രഹാം, ഇപ്പോൾ
ഇപ്പോൾ തന്നെ കോൺഗ്രസ് ചോദിക്കുന്നു, ഇതൊരു നട്ടലില്ലായ്മയാണോ ഈ നടത്തുന്നത്? ഈ അതിർത്തിയിലെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാതെ, ബോർഡർ സ്റ്റാൻഡ് ഓഫ് പരിഹരിക്കാതെ ഈ നടത്തുന്ന ഈ വലിയ സഖ്യത്തെക്കുറിച്ചുള്ള വലിയ വാഴ്ത്തിപ്പാടലുകളൊക്കെ എത്രത്തോളം കഴമ്പുള്ളതാണ് എന്ന് ചോദിക്കുമ്പോൾ, സാമ്പത്തികമായിട്ട് ഒരു പ്രസ് നോട്ട് 3 അതടക്കം നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ച്, ഈ നേരിട്ടുള്ള ചൈനീസ് നിക്ഷേപം അതിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ഇന്ത്യ കടക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെ ചില അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കൂടി കടക്കുമോ? ഇതെല്ലാം വഴി തുറക്കുന്നുണ്ടല്ലോ. ഇതൊരു സാമ്പത്തിക വ്യവസ്ഥയെ ഏത് തരത്തിൽ ബാധിക്കുന്ന രീതിയിലേക്ക് കൂടിയാണ് ഈ പുതിയ സൗഹൃദം, പുതിയ അച്ചുതണ്ട് കടക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇത് ഗുണവും ദോഷവും ഉണ്ട്. തീർത്തും ദോഷകരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 2020 മുന്നേ, അതായത് ചൈനയുമായിട്ടുള്ള സ്കിർമിഷ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർട്ടപ്പ് സെക്ടറിനൊക്കെ. നമ്മൾ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന ഒരുപാട് കമ്പനികൾ, ഇപ്പം ബിഗ് ബാസ്ക്കറ്റും ബൈജൂസും പേടിഎമ്മും അല്ലെങ്കിൽ സൊമാറ്റോയും സ്വിഗ്ഗിയും ഓലയും ഓയോയും ഇവരെല്ലാം വളർന്നു വന്നപ്പോൾ ഇവരിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത് ചൈനീസ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളാണ്. ഇപ്പം ടെൻസെന്റും അങ്ങനെയുള്ള ചൈനീസ് ക്യാപിറ്റലിസ്റ്റ്, അലിബാബ പോലുള്ള ചൈനീസ് ക്യാപിറ്റലിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ബെനിഫിറ്റ്സ് സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് ഉണ്ട്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് റീസണബിൾ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. പക്ഷെ ദോഷവശങ്ങൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ബോർഡർ സ്കിർമിഷ് ഇപ്പൊ അരുണാചലിലുണ്ട്, സിക്കിമിലുണ്ട്, ലഡാക്കിലുണ്ട്, LACയിലും. അപ്പൊ ഇത്രയും മേഖലകളിലെ പോലും നമുക്ക് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ എക്സ്പോർട്ടിലും അതിന്റെ റിഫ്ലക്ഷൻ വരില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചൈന പല രാജ്യങ്ങളിലും അവരുടെ സ്ട്രാറ്റജി നമ്മൾ എടുത്തു നോക്കി അറിയാം. ഇപ്പം വിയറ്റ്നാമിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. വിയറ്റ്നാം താരതമ്യേന ചീപ്പായിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് പോലും ഒരുപാട് കേസുകൾ ചൈനയ്ക്കെതിരെ കിടക്കുന്നത് ആ മാർക്കറ്റിൽ കയറി ചെന്ന് ഡംപിംഗ് എന്ന് പറയുന്നത് തീരെ വില കുറച്ച് നല്ല പ്രോഡക്ട്സ് വിറ്റ് ആ ലോക്കൽ മാർക്കറ്റിനെ മൊത്തം നശിപ്പിക്കുകയാണ്, ലോക്കൽ മാനുഫാക്ചേഴ്സിനെ. അതേപോലെ ഇഷ്ടംപോലെ കേസുകൾ ബ്രസീലിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ചൈനയുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ജനറലി നമ്മൾ വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ കയറി വന്ന് ഡംപിങ്ങിലൂടെ, അതായത് തീരെ വില കുറച്ച് നല്ല പ്രോഡക്ട്സ് കൊടുക്കുന്നതിലൂടെ ഒരുപാട് ലോക്കൽ മാനുഫാക്ചേഴ്സിനെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കിയാൽ പോലും ഇന്ത്യയിൽ 79 ഇപ്പൊ ആന്റി ഡംപിംഗ് കേസസ് ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൽ 79% കേസുകളും ചൈനയ്ക്കെതിരെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സ്പോർട്ട് ട്രേഡിൽ പോലും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, ബോർഡർ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നുണ്ട്. നാളെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം മാത്രമല്ല, ഇപ്പം ചൈനയുമായിട്ട് ഇന്ത്യക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ ടിബറ്റുമായിട്ടുള്ള വിഷയമുണ്ട്, തൈവാനുമായിട്ടുള്ള വിഷയമുണ്ട്, ഹോങ്കോങ് ആയിട്ടുള്ള വിഷയമുണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ വിഷയമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ മൗനം പാലിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചൈനയെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ എതിരായിട്ട് സംസാരിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് മന്ത്രി പറയുകയുണ്ടായി, ജയശങ്കർ തുറന്നു പറഞ്ഞല്ലോ തൈവാനെ ചൈനയുടെ ഭാഗമാണ് എന്ന് ഇന്ത്യ കരുതുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ഒരു വാദം ഉന്നയിച്ചു. ഇന്ത്യക്ക് തിരുത്തേണ്ടി വന്നു. പക്ഷെ നാളെ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ചൈനയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ വിഷയങ്ങളിലൊക്കെ ഇന്ത്യ വായടച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ലേ എന്നൊരു ചോദ്യമുണ്ട്. തൈവാന്റെ വിഷയത്തിലായിക്കോട്ടെ, ടിബറ്റിന്റെ വിഷയത്തിലായിക്കോട്ടെ, ഹോങ്കോങ്ങിന്റെ വിഷയത്തിലായിക്കോട്ടെ, ഒക്കെ വായടച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഇതൊരു ലോങ് ടേം, ചൈന പറഞ്ഞത് ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പറഞ്ഞത് നമുക്കൊരു ലോങ് ടേം പിക്ചറാണ് നോക്കേണ്ടതെന്ന് ചൈന പറയുന്നു. അതിൽ നിന്ന് തന്നെ ചൈന ആഗ്രഹിക്കുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും അവരുടെ ഒപ്പം എത്തണമെന്നും മാർക്കറ്റുകൾ തുറന്നു കൊടുക്കണമെന്നുമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ ഇന്ത്യ ചൈനയെ അപ്രോച്ച് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ തെറ്റൊന്നുമില്ല നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്നതിൽ. കാരണം അമേരിക്ക ഒരു വലിയ മാർക്കറ്റാണ്, 340 മില്യൺ വരുന്ന ഒരു പോപ്പുലേഷനുള്ള നല്ല ഗ്രോയിങ് മിഡിൽ ക്ലാസ്, അതുപോലെ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ജനങ്ങളുള്ള ഒരു സമൂഹമാണ്. ആ മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പകരം നമുക്ക് നല്ല ഹൈലി പോപ്പുലേറ്റഡ് ഹൈ ഡിസ്പോസിബിൾ ഇൻകം ഉള്ള ഒരു മാർക്കറ്റ് വേണം. നിലവിൽ നമുക്ക് ഒന്നെങ്കിലുള്ളത് യൂറോപ്യൻ യൂണിയൻ ആണ്, 450 മില്യൺ വരുന്നത്, അല്ലെങ്കിൽ ഉള്ളത് ചൈനയാണ്, ഒറ്റ മാർക്കറ്റ് എന്ന് പറയാനായിട്ട്. അപ്പൊ ഈ ചൈനയിലോട്ട് നമ്മൾ പോകുന്നേ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ചൈനയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കൊളുത്തുകളുണ്ട്. ഇനി നമ്മൾ ഫർദർ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ കൊളുത്തുകളൊന്നുള്ള സ്ട്രോങ് ആകുകയും നാളെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴോ ഒരു ഡിപ്ലോമാറ്റിക് പ്ലാറ്റ്ഫോമിലോ ചൈനയ്ക്കെതിരെ സംസാരിക്കാനുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ വന്നേക്കാം. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഈ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പീരീഡ് വരെ, അല്ലെങ്കിൽ ട്രംപിന്റെ മനസ്സ് മാറുന്നു, ടാരിഫ് മാറുന്ന സ്റ്റേജ് വരെ താൽക്കാലികമായിട്ട് കുറച്ച് രീതിയിലെങ്കിലും ഇന്ത്യക്ക് ചൈനയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ചൊക്കെ പ്രോഡക്ട്സ് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനോടൊപ്പം ഇന്ത്യയുടെ സ്ട്രാറ്റജി വേണ്ടത്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് കുറേ നാളുകളായിട്ട് ടോക്സ് നടക്കുന്നുണ്ട്, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. അടുത്ത വർഷം ഫൈനൽ സ്റ്റേജ് ഓഫ് ടോക്സ് നടക്കുകയാണ്.
അടുത്ത വർഷം യൂറോപ്യൻ യൂണിയനുമായിട്ട് നമുക്ക് ഒപ്പുവെക്കാൻ സാധിച്ചാൽ, അതേപോലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ് ഉള്ള ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യ ഉണ്ട്, ബ്രസീലുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് പതിയെ നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ ചൈനയുമായിട്ടുള്ള ബന്ധം ചെറിയ രീതിയിൽ ഗ്രാജുവലി താഴോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോങ് ടേം പിക്ചറാണ് ചൈന ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ത്യ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ സ്റ്റെബിലൈസ് ആകുന്നവരെ ഷോർട്ട് ടേമിൽ ചൈനയെ തൽക്കാലം ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം ശരിയായ സ്ട്രാറ്റജി എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, റൈറ്റ്. ആ തരത്തിൽ കൂടിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് കൺവിൻസ് ചെയ്യാൻ കഴിയുമോ പ്രതിപക്ഷത്തിന് എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരുപക്ഷെ പുതിയ വിഷയങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങൾ കടന്നുപോയേക്കാം. അത് ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ കടന്നുപോയിട്ടുള്ള പല വിഷയങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് അത് ഇന്ത്യയുടെ പാക് അധീന കശ്മീരിലൂടെ, ഇന്ത്യ എല്ലാ കാലത്തും അവകാശപ്പെടുന്ന പാക് അധീന കശ്മീരിലൂടെ കടന്നു പോകുക. നമ്മൾ BRI സ്ഥിരമായിട്ട് ഇന്ത്യ ബഹിഷ്കരിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് CPC സംബന്ധിച്ച് ചൈനയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ഒരു സൂചനകൾ ഇതിനകത്തുണ്ടോ? അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ടോ ഈ അവസരത്തിൽ? അത് ഒരുപക്ഷെ അപർണ, അത് വളരെ ടു ഏർലി ടു പ്രെഡിക്റ്റ്. ഇവിടെ ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു വിദേശ നയത്തിന്റെ മുൻകാലങ്ങളിലെ രൂപം പാക് സെൻട്രിക് ഫോറിൻ പോളിസി എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാനെ ശത്രുവായി കണ്ടുകൊണ്ട് പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ടെറർ അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദം, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷേഴ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, അതുപോലെ പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളെ മറുപക്ഷത്ത് നിർത്തി ശത്രുവായി കാണുന്ന ഒരു നയം. ആ നയം മാറ്റാൻ തയ്യാറാണ്. പാകിസ്ഥാനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുന്നതിനോടൊപ്പം ടെററിസത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുന്നതിനോടൊപ്പം തന്നെ എനിമീസ് ഫ്രണ്ട് ഈസ് എൻ എനിമി എന്ന് കാണേണ്ടതില്ല എന്ന മാറിയ ചിന്ത. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ ഒരു ബിൽഡപ്പിന്റെ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി നമ്മുടെ ബിൽഡപ്പ് മുഴുവൻ തന്നെ ചൈനയെ കൂടി കൗണ്ടർ ചെയ്യുക. പാകിസ്ഥാനിലൂടെ ചൈനയെ ശത്രുവായി കണ്ടുകൊണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി, സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസിക്ക് ബദലായി നമ്മുടെ ഏൻഷ്യന്റ് സ്പൈസ് റൂട്ട് പുനരുജ്ജീവിപ്പിക്കാൻ നടക്കുന്ന ശ്രമം. അങ്ങനെയാണ് ഇന്ത്യ യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ 2023 ഡിസംബറിലാണ് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. G20 സമ്മിറ്റിൽ അത് പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരു മൂവാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്വാഡ് ഇനിഷ്യേറ്റീവ്, അതായത് ചതുർ രാഷ്ട്ര സഖ്യം, ചൈനയെ കൗണ്ടർ ചെയ്യാൻ തന്നെയാണ്. സൈനികമായിട്ടല്ല എങ്കിൽ പോലും ദക്ഷിണ സമുദ്രങ്ങളിൽ നമ്മുടെ സ്വാധീനം അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും നാവികസേനകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്വാഡ് സഖ്യം, ഇതിന്റെ എല്ലാം ഭാവി എന്താവും? വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അത് ചൈന ഈ വാം വാട്ടർ പോർട്ട്സിലേക്ക് കടക്കുന്നു. മലാക്ക സ്ട്രൈറ്റ് ഒഴിവാക്കി പാകിസ്ഥാനിലൂടെ കടന്ന് ഒരുപക്ഷെ കറാച്ചി തുറമുഖം വഴി, പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ വഴി അറബിക്കടലിലേക്ക് ഇറങ്ങാൻ തക്ക ഒരു ഇനിഷ്യേറ്റീവ് വരുന്നു എന്നതിനെ സംശയത്തോടുകൂടി കണ്ടു. അതേപോലെ തന്നെ ചൈന ഡാമുകൾ പണിയുന്നു, വലിയ ഡാമുകൾ. ബ്രഹ്മപുത്രയുടെ പ്രഭവസ്ഥാനത്ത്, ചൈനയുടെ പ്രഭവസ്ഥാനത്ത് ഹിമാലയത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ, നമ്മുടെ അരുണാചൽ പ്രദേശിനോടൊപ്പം ചേർന്ന പ്രദേശങ്ങളിൽ വൻപൻ ഡാം, ജലവൈദ്യുതി പദ്ധതികൾ, അത് ജലബോംബായി നാളെ ഭാരതത്തിന് മേൽ പതിക്കുമോ? ഇന്ത്യ പാകിസ്ഥാനെ വരുതിക്ക് നിർത്താൻ വേണ്ടി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഒരു ജലബോംബ് ഭാരതത്തിനെതിരെ പ്രയോഗിക്കുമോ? അതിന് പാകിസ്ഥാനും ചൈനയും തമ്മിൽ സഹകരിക്കുമോ? ഇതെല്ലാം തന്നെ ആശങ്കകളായി, കാർമേഘങ്ങളായി നിന്നിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഇച്ഛാശക്തി രണ്ട് രാജ്യങ്ങളും, ഭാരതവും ചൈനയും, ഒരു പൊളിറ്റിക്കൽ വില്ലിംഗ്നെസ് കാട്ടിയിരിക്കുന്നു. മാറിയ സാഹചര്യം, ഇന്നലത്തെ കാര്യം മാത്രം പറഞ്ഞിരുന്നാൽ അത് ശരിയാവില്ല. ഇന്നലെ ഒരുപക്ഷെ ഹോങ്കോങ്ങിന്റെ കാര്യത്തിൽ എന്റെ അഭിപ്രായം പറഞ്ഞിരിക്കാം, ഇന്നലകളിൽ തൈവാന്റെ കാര്യത്തിൽ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചൈനയെ ചില രീതിയിലെങ്കിലും അലോസരപ്പെടുത്തുന്നതാണ്. ടിബറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത നിലപാട്, ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകാൻ എടുത്ത നിലപാട്, ഇപ്പോഴും ടിബറ്റൻ പ്രവാസ സർക്കാർ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് ചില്ലറ അലോസരങ്ങളല്ല ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അയൺ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം ബന്ധം സ്ഥാപിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇത് കാലക്രമേണ, ഒരിക്കൽ ബന്ധം സുഗമമായി കഴിഞ്ഞാൽ ഈ ഇറിറ്റൻസ് എല്ലാം കാലക്രമേണ
അയൺ ഔട്ട് ചെയ്തുകൊള്ളും എന്ന രീതിയിലുള്ള ധാരണയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിനു ശേഷം അതിർത്തി തർക്കങ്ങൾ, ഇപ്പോൾ സൈന്യം 50,000-ഓളം ട്രൂപ്സ് ആണ് ഇരു വശങ്ങളിലായി സൈന്യം ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നത്. അതിന്റെ ട്രൂപ്പ് വിഡ്രോയൽ, അപ്പൊ സൈന്യത്തിന്റെ, പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും അതിർത്തി പോസ്റ്റുകളിൽ നിന്നുള്ള ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള വിഡ്രോവൽ, അത് തീർച്ചയായും ഉന്നത തലങ്ങളിലല്ല താഴെ തലങ്ങളിലുള്ള ചർച്ച അത് കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഈ ഉന്നത തലത്തിലുള്ള ചർച്ച നടത്താൻ. ഒരുപക്ഷെ ഷീ ജിൻപിങ് അടുത്ത് തന്നെ ഡൽഹിയിലേക്ക് പറന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഷീ ജിൻപിങ് ഇസ് ഗിവൺ എൻ ഇൻവിറ്റേഷൻ ബൈ നരേന്ദ്രമോദി ടുഡേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു ഉച്ചകോടി, ഇത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ സൈഡ് ലൈനിൽ വെച്ചുകൊണ്ടുള്ള ഇന്ത്യ ചൈന തട്ടിക്കൂട്ട് ചർച്ച മാത്രമായിരുന്നു എന്നുകൂടി ഓർക്കുക. പക്ഷെ മഞ്ഞൊരുക്കുന്നതിന് ഈ ഒരു നീക്കം വളരെ നിർണായകമായിരുന്നു എന്നുകൂടി പരിശോധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, പാക് ഫാക്ടർ മാത്രം പരിഗണിച്ചാൽ ഒരിക്കലും നമുക്ക് ചൈനയെ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഫാക്ടർ നിലനിർത്തിക്കൊണ്ട് തന്നെ പാകിസ്ഥാനോടുള്ള ഒരു നിലപാട് ദൃഢമായി, തീവ്രവാദത്തോടുള്ള നിലപാട് സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ ശ്രീ MS വേണുഗോപാൽ സാറ് സൂചിപ്പിച്ചത് കൃത്യമായ സൂചനയാണ്. അതായത് സീറോ ടോളറൻസ് ടു ടെറർ. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, തീവ്രവാദികളെ അഴിച്ചുവിട്ടുകൊണ്ട് പഹൽഗാം മോഡൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഭാരതം കയ്യും കെട്ടി നിൽക്കില്ല. അതിന് ചൈനയുടെ ആവശ്യമില്ല, ചൈനയുടെ ഒത്താശ ആവശ്യമില്ല, ചൈനയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അതിനെ വേറിട്ട് കാണാനുള്ള, അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ വേറിട്ട് കാണാനുള്ള നിലപാട്. അതുകൊണ്ടാണ് ഭീകരതയുടെ കാര്യത്തിൽ യോജിച്ചുള്ള പ്രവർത്തനം വേണം എന്ന നിലപാട് മോദിയും ഷീ ജിൻപിങ്ങും തത്വത്തിൽ അംഗീകരിക്കുന്ന കാര്യവും കണ്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ പൂർണ്ണമായി മുട്ടുമടക്കി, ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന പ്രചരണം അത് പൂർണ്ണമായി ശരിയല്ല. കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഡോക്ടർ മുഹമ്മദ്, ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ പുറത്ത് നയതന്ത്ര ബന്ധം, ഭീകരവാദത്തെ ഒറ്റപ്പെടുത്തുക, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു നിലപാടെടുക്കുകയാണ്. ആ നിലപാട് മയപ്പെടുത്തുന്നു എന്ന് തോന്നുകയില്ലേ ചൈനയുമായിട്ടുള്ള ഈ സഹകരണം ഈ പാകിസ്ഥാൻ ഒരു വശത്ത് നിൽക്കുന്നത് കൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ കഴിയുമോ? അത് തോന്നൽ മാത്രമാണ് പറഞ്ഞ. ഈ പാകിസ്ഥാനുള്ള നിലപാടിൽ യാതൊരു മാറ്റവും ഭാരതം പറഞ്ഞിട്ടില്ല. നേരിട്ടോ അല്ലാതെയോ അങ്ങനെ ഒരു മാറ്റം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ബ്രാക്കറ്റ് ചെയ്ത് കാണാതെ ബൈഫർക്കറ്റ് ചെയ്ത് കാണുക. ചൈനയെയും പാകിസ്ഥാനെയും ബ്രാക്കറ്റ് ചെയ്ത് കാണുന്ന നയത്തിൽ നിന്നും മാറി ചൈന വേറെ പാകിസ്ഥാൻ വേറെ, ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ കാണാനുള്ള ഒരു സാധ്യത ഭാരതം ആദ്യമായിട്ടാണ്, കഴിഞ്ഞ ഒരു 4-5 പതിറ്റാണ്ടിനുള്ളിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സന്നദ്ധത ഭാരതം കാട്ടുന്നത്. പ്രത്യേകിച്ച് 1972 ഷിംല എഗ്രിമെന്റിന് ശേഷമുള്ള കാലഘട്ടത്തിലെ മാറി വന്ന സാഹചര്യത്തിൽ എപ്പോഴും ഇന്ത്യ യഥാർത്ഥ 1-ാം നമ്പർ ശത്രുവായി കണ്ടത്, സുരക്ഷാ ഭീഷണിയായി കണ്ടത് ചൈനയെ തന്നെയാണ്. പൊതുവെ പറയുന്നത് പാകിസ്ഥാൻ എന്ന ശത്രുവിനെ കുറിച്ച് പൊതുവെ ഏറെ സംസാരിക്കുകയും ചൈനയെ യഥാർത്ഥ ശത്രുവായി കാണുകയും ചൈനയും പാകിസ്ഥാനും തമ്മിൽ ബ്രാക്കറ്റ് ചെയ്ത് കാണുകയും അതിനെതിരെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുമായി എങ്ങനെയെങ്കിലും ഒരു ധാരണയിൽ, ക്വാഡ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സുരക്ഷാ ധാരണയിൽ എത്തി നിൽക്കാനാവുമോ എന്ന ചിന്ത, ആ ചിന്ത അസ്ഥാനത്താണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ നിർമ്മല എബ്രഹാമിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ദിസ് ഈസ് എ ഷോർട്ട് ടേം പോളിസി. ഇന്ത്യ ഈസ് ഓൺലി ടെസ്റ്റിംഗ് വാട്ടേഴ്സ്. അത് വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം. അത് വേണം. അത് തൽക്കാലത്തേക്കെങ്കിലും ടെസ്റ്റിംഗ് വാട്ടേഴ്സ്. വെള്ളം പൊള്ളുമോ, ഇതൊന്ന് കൈയിട്ട് നോക്കിയെങ്കിലല്ലേ പറ്റൂ. ഇത് തിളച്ച വെള്ളമാണ്, പൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒട്ടും ടെസ്റ്റിംഗ് വാട്ടേഴ്സ് നടക്കാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ പഞ്ചപുച്ഛമടക്കി അമേരിക്ക പറയുന്നിടത്ത് ഒപ്പിട്ട് പിൻവാങ്ങുക എന്നതല്ലാതെ മറ്റൊരു നയം ഇവിടെ സാധ്യമല്ലാതെ വരും. അതുകൊണ്ടാണ് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ചു പോവുക. ഈ ഒരു നയം ഒരു ഷോർട്ട് ടേം പോളിസി ആയിട്ട് എടുത്തുകൊണ്ട് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് നോക്കിയതിനു ശേഷം സമാന്തരമായി ഇന്ത്യയുടെ ദേശീയ താല്പര്യം പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്കയുമായി റീനെഗോഷിയേറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിനും ഭാരതം തയ്യാറാണ്. ഇതിന്റെ പേര് അവസരവാദമെന്നല്ല, ഇതിന്റെ പേര് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ്. അതാണ് ഇന്ത്യയുടെ വിദേശ നയം. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ തന്ത്രപരമായി നമ്മുടെ പരമാധികാരം ഉപയോഗിക്കുക. ദേശീയ താല്പര്യമാണ് ആദ്യം നിൽക്കേണ്ടത്. ദേശീയ താല്പര്യം ബലി കഴിച്ചുകൊണ്ട് ഒരു നിലപാടുമില്ല. അതുകൊണ്ട് ചൈനയുമായി സൗഹൃദം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഞ്ചപുച്ഛമടക്കി ചൈന പറയുന്നിടത്തെല്ലാം ചെയ്യുമെന്നല്ല. ചൈനീസ് പ്രോഡക്റ്റ് ഇന്ത്യയിൽ, ഇവിടെ ആഫ്രിക്കൻ പായൽ ഇവിടെ വന്ന് നമ്മുടെ കായലുകളിൽ നിറഞ്ഞതുപോലെ, കുളവാഴ വന്ന് നിറഞ്ഞതുപോലെ ഇവിടെ ചൈനീസ് പ്രോഡക്റ്റുകൾ വന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങ് ഫ്ലഡ് ചെയ്യുമെന്ന് കരുതിയാൽ അതൊക്കെ നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കുമെന്നല്ലാതെ
അതിനുള്ള നമുക്കൊരു ഇന്റേണൽ ഒരു പ്രൊഡക്ഷൻ മെക്കാനിസം ഉണ്ടല്ലോ. ചൈനയിൽ ഉത്പാദിപ്പിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യവും സമാനമായ വിലയ്ക്ക് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ കഴിയും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ചൈനയിൽ വലിയ രീതിയിലുള്ള ഈ ഡംപിങ് വരിക? അതുകൊണ്ട് അത് ആന്റി ഡംപിങ് നയങ്ങളൊക്കെ ഇന്ത്യയും ശ്രമിക്കും. തീർച്ചയായും വലിയ പ്രൊട്ടക്ഷനിസം, ട്രംപ് പറയുന്ന പോലെയുള്ള പ്രൊട്ടക്ഷനിസം ഒന്നും ഇല്ലായെങ്കിലും ഇവിടെ ട്രേഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ വ്യാപാര കമ്മി, ഭാരതത്തിന് ഭീമമായ വ്യാപാര കമ്മിയുമാണ് ചൈനയുമായി. ഇത് കുറച്ചുകൊണ്ടുവരാനുള്ള സന്നദ്ധത ഭാരതം പറയുന്നു. അതിനുള്ള സന്നദ്ധത, അതിനോട് ക്രിയാത്മകമായി പ്രോആക്റ്റീവായി പ്രതികരിക്കുന്ന ഷീ ജിൻപിങ്ങിനെ കണ്ടു. അതുകൊണ്ടൊരു നല്ല തുടക്കം. ഏറെക്കാലമായി മുഖം കറുപ്പിച്ചിരുന്ന രണ്ട് രാജ്യങ്ങൾ ഒരു നല്ല തുടക്കം എന്ന നിലയിൽ ഒരു പുതിയ കാൽവയ്പ്, ആ പുതിയ കാൽവയ്പിനെ ഗിവ് ഇറ്റ് എ ചാൻസ് എന്നത് എന്റെ അഭിപ്രായമാണ്. അതൊരു പോസിറ്റീവായിട്ട് കാണാം. ശ്രീ എം എസ് വേണുഗോപാൽ, ചൈന പലതും മറക്കാം, ഇന്ത്യ മറക്കാം, കാലക്രമേണ ഇതെല്ലാം മറക്കാം. പക്ഷേ ഇത് ടെസ്റ്റിംഗ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സഖ്യകക്ഷി, പ്രധാനപ്പെട്ട എതിരാളിയുമായിട്ട് ഈ രീതിയിലുള്ളൊരു സൗഹൃദം ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമാബാദിന് ഒരു നേരിട്ടൊരു സന്ദേശമുണ്ടോ? പാകിസ്ഥാൻ ഇതിനകത്ത് എടുക്കുന്ന സ്റ്റേക്ക് എന്തായിരിക്കും? ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് രാഷ്ട്രങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനത്തിൽ ഊന്നിയായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളും നിങ്ങളും ഒന്നാണെങ്കിൽ മാത്രമെന്നാണ് അവിടെ ഈ ട്രേഡ് ചർച്ചയ്ക്കൊക്കെ മുമ്പേ മോദി പറഞ്ഞതാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം പറയുന്ന പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന പോലെ നമ്മൾ ചൈനയുമായി അടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ എവിടെ പോയി നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ഷാങ്ഹായ് സമ്മിറ്റിൽ നിന്ന് നമ്മൾ ഏതാണ്ട് പുറത്തായ പോലെയാവും. SCOയിൽ നമ്മൾക്ക് വോയിസ് ഇല്ലാതാകും. ബ്രിക് രാഷ്ട്രങ്ങളിൽ നമുക്ക് വോയിസ് ഇല്ലാതാകും. നമ്മൾ അമേരിക്കയുമായി വലിയ ശത്രുതയിൽ ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെ നമുക്ക് ആകെ ഒരു പിടിവള്ളിയുള്ളത് റഷ്യയാണ്. ആ റഷ്യയും നമ്മളോട് ഇടയും. കാസിനിൽ നടന്ന ചർച്ച എന്താണ്? പുടിൻ പറഞ്ഞത് ചൈനയും ഞങ്ങളും നിങ്ങളുമായൊരു ഐക്യം, അതായത് ഇന്ത്യ, ചൈന, റഷ്യ ഐക്യമാണ് നമുക്ക് വേണ്ടത്. അതുവഴി നമ്മളൊരു പുതിയ ജിയോ പൊളിറ്റിക്കൽ പവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ പവറിന് നിങ്ങളൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അതിനെ വളരെ സൂക്ഷിച്ചാണ് കണ്ടിട്ടുള്ളത്. ചൈന എങ്ങനെയാണെന്ന് ഇന്ത്യയിലെ മറ്റേത് പ്രധാനമന്ത്രിയെക്കാളും നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം. കാരണം കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് പിന്നെ ചെന്നൈ വരെ കൊണ്ടുവന്ന് നമ്മുടെ ചൈനയുമായുള്ള ബന്ധങ്ങളെല്ലാം അദ്ദേഹം പഠിപ്പിച്ചിട്ടും ഷീ ജിൻപിങ് പിന്നോട്ട് പോയി. ആ ഷീ ജിൻപിങ്ങിനെ പിന്നെ മാറ്റിക്കൊണ്ടുവന്നത് ഇന്ത്യയുടെ കരുത്ത് കണ്ടിട്ട് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം റഷ്യയുടെ ഒരു മധ്യസ്ഥതയും. അപ്പം നമുക്ക് ഇന്ന് കോൺഗ്രസ് പറയുന്നത് പോലെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രമായി മാറുകയും പാകിസ്ഥാനുമായിട്ട് മത്സരിച്ചുകൊണ്ട് നിൽക്കാനും ചൈനയുമായിട്ട് മത്സരിക്കുകയല്ല, യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കാനും അല്ലെങ്കിൽ പോർവിളി നടത്തിക്കൊണ്ട് നിൽക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകും. നമുക്ക് ഇന്നിപ്പോൾ ജിയോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ലോകത്ത് കിട്ടിയിരിക്കുന്ന ഈ വലിയ ശക്തിയുണ്ടല്ലോ, അതായത് അമേരിക്ക നിഷ്പ്രഭമായി നിൽക്കുകയാണ്. അമേരിക്കയുടെ രണ്ട് അഡ്വൈസേഴ്സ്, പിന്നെ സെക്യൂരിറ്റി അഡ്വൈസേഴ്സാണ് മുൻകാലങ്ങളിൽ, രണ്ട് അഡ്വൈസേഴ്സാണ്, ജെയ്ക്ക് അതുപോലെ തന്നെ ജോൺ ബോൾട്ടൺ. ഇവർ രണ്ടുപേരും പറഞ്ഞത് ഈ ട്രംപിൻ്റെ നടപടി അമേരിക്കയുടെ നടുപൊടിക്കുമെന്നാണ്. ഇന്ത്യയുടെ നടുപൊടിക്കുമെന്നല്ല, അമേരിക്കയുടെ നടുപൊടിക്കും. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു സൈഡിലേക്ക് ഇപ്പോൾ ഷാങ്ഹായ് സമ്മിറ്റിനോട് കൂടി, അതിന് അടുത്ത് നടക്കുന്ന ബ്രിക്സ് സമ്മിറ്റിനോട് കൂടി നമ്മൾ നിന്ന് അകലാൻ പോവുകയാണ്. നമുക്കൊരു ട്രേഡ് മാർക്കുണ്ട്, US-നെ സംബന്ധിച്ചുള്ള ഒരു ട്രേഡ് മാർക്കുണ്ട്. ആ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമ്മുടെ കൈപ്പത്തി എത്തുകയും അവിടുന്ന് സുഹൃത്തുക്കളെ നമ്മൾ കൂടെ നിർത്തുകയുമാണ്. ഇന്ന് ട്രംപ് ചെയ്തിരിക്കുന്നത് യൂറോപ്പിൽ ശക്തമായൊരു സുഹൃത്തില്ല, ഏഷ്യയിൽ ഒട്ടുമേ ഇല്ല, സൗത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പലതിലും ഇപ്പോൾ ബ്രിക്കിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞതോടെ അവിടെയില്ല. പിന്നെ മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ രാഷ്ട്രങ്ങളും ബ്രിക്കിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ആകെ കൂടി അവർക്ക് പറയാവുന്നുള്ളത് അടുത്ത് കിടക്കുന്ന ഒരു കാനഡയോ, അല്ലെങ്കിൽ കാനഡ പോലും പൂർണ്ണമായിട്ടും ഇപ്പോൾ സന്തോഷത്തിലല്ല, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പൂർണ്ണമായും സന്തോഷത്തിലല്ല, ഗതികേട് കൊണ്ട് നിൽക്കുന്നതാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല ലൈനാണ്. പിന്നെ ഒരു കാര്യം, നമ്മളൊരു രാഷ്ട്രവുമായിട്ട് ഒരു ദീർഘമായ ഒരു ബന്ധം ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഹ്രസ്വബന്ധമാണ്, ആദ്യം ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ മണവും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങുക. ഇത് സുദീർഘമായ ബന്ധമെന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങേണ്ടത്. അതിനകത്ത്
എല്ലാവർക്കും കോഷനുണ്ട്, എല്ലാവരും കരുതിയിരിക്കുക തന്നെയാണ്. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ശത്രുവേ അല്ല. നമ്മുടെ ശത്രു അല്ല ശ്രീ എം. എസ്. പാകിസ്ഥാൻ പക്ഷേ ചൈനയുമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ബന്ധം അത് എത്രയോ കാലമായിട്ട് ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാതെ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതെന്തുകൊണ്ടാണ് വന്നത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ US-ഉമായിട്ട് ഒരു ശക്തമായ പ്രതിരോധം ചൈനയ്ക്കെതിരെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നിൽക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 75 വർഷത്തിൽ എന്നാണ് ചൈന നമ്മളോട് ഏറ്റവും ഇപ്പം പറയുന്നു, എന്നാണ് നമ്മളോട് ചൈന ഏറ്റവും കൂടുതൽ അടുത്ത് വന്നിട്ടുള്ളത്? ആ പഞ്ചശീല തത്വം ഉണ്ടാക്കിയ അന്ന് മുതൽ ഇന്നലെ വരെ നമ്മളുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലല്ലായിരുന്നു. പക്ഷേ ഇന്നൊരു പുതിയ ബന്ധത്തിന് തയ്യാറായിരിക്കുന്നു. ചില പൊളിച്ചെഴുത്തുകൾക്ക് അവർ തയ്യാറായിരിക്കുന്നു. ഇന്ന് വരെ ചൈന പറയാത്ത ചില കാര്യങ്ങൾ ഇന്ന് ഈ സമ്മിറ്റിൽ SCO സമ്മിറ്റിൽ പറയാൻ പോവുകയാണ്, ആ മീറ്റിങ്ങിൽ പറയുകയാണ്. അത് കഴിഞ്ഞ് മോഹൻ സാർ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് ഷി ജിൻപിങ് വരാൻ പോവുകയാണ്. ആ വരുന്ന വരവ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ വിശാലമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ പുടിൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു, അതായത് ഉപരോധവും ടാരിഫുമാണ് ഏതെങ്കിലും രാഷ്ട്രങ്ങളെ ഒതുക്കാനും സാമൂഹികമായോ വികസനപരമായോ ഒതുക്കാനുള്ള ഒരു മാർഗമെന്ന് ആര് കാണുന്നെങ്കിലും അവർക്കെതിരെ ബ്രിക് രാഷ്ട്രങ്ങളും SCO രാഷ്ട്രങ്ങളും ഒന്നിച്ചു നിൽക്കും. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതാണ്ട് മിക്ക ഭൂഖണ്ഡങ്ങളും ഇപ്പോൾ SCOയിലോ അല്ലെങ്കിൽ ബ്രിക്കിലോ വരുന്നവരാണ്. അവരുടെ ശക്തിയെ ലോകത്തുനിന്ന് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ശക്തിയിൽ 1, 2, 3 അതിലേതാണെന്ന് സംശയിക്കുന്ന വിധത്തിൽ തലയെടുപ്പോടു കൂടി ഇന്ത്യ നിൽക്കുമ്പോൾ ആ ശ്രമത്തിൽ നിന്ന് ഇന്ത്യ പുറകോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നാറാണക്കല്ല് പിടിപ്പിക്കണം, മുടിഞ്ഞ് നാറാണക്കല്ല് പിടിപ്പിക്കണം എന്നല്ലേ ഇവിടുത്തെ പ്രതിപക്ഷം ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരിഫ് ഹുസൈൻ, ശ്രീ ആരിഫ് ഹുസൈൻ, അങ്ങനാണോ അതിൻ്റെ ഒരു വെർഷൻ? ആ തരത്തിലാണോ? സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡ്, ബന്ധം, സമീപനം ഇതിലേതെങ്കിലും തരത്തിലൊരു വ്യത്യാസം വരുത്തുന്നതിലേക്ക് ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ചൈനയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം കരുതുന്നില്ല. ആ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതൊന്ന്. രണ്ടാമത്തത്, റഷ്യ കൂടി കടന്നു വരുന്നുണ്ട് ഇനി ഈ അച്ചുതണ്ടിൻ്റെ ഭാഗത്തേക്ക്, SCOയിലൊക്കെ പ്രത്യേകിച്ച് സമ്മിറ്റിൽ പുടിൻ തന്നെ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ ബോർഡർ തർക്കങ്ങൾക്കൊക്കെ വലിയ തരത്തിൽ ഒരു കൂട്ടായ ചർച്ചകളോ അതും ടു ഏർലി ടു സേ എന്നാണോ? ഇതിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനോ ചൈന എടുക്കുന്നല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതിപക്ഷം അങ്ങനെ കരുതുമോ അല്ലെങ്കിൽ കരുതുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ പ്രതിപക്ഷത്തെ കുറിച്ച് എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. കാരണം അവർ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇത്ര നാളും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, ഇത്ര നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഇതിനെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായിട്ട് ഉള്ള കാര്യം നമ്മൾ ഒന്ന് നോക്കുക, ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായിട്ട് നമ്മൾ നോക്കുക. ഏതെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് നമ്മൾ UPA ഗവൺമെന്റ് അവരുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് കണ്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ പാകിസ്ഥാനിന്റെ എടുത്ത് നോക്കുക. പാകിസ്ഥാനിന്റെ വിഷയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മൾ ലാഹോർ ഡിക്ലറേഷൻ ഒക്കെ നടന്നിട്ടുള്ള ഒരു നമ്മളുടെ വാജ്പേയി അങ്ങോട്ടേക്ക് ഒരു ബസ് യാത്ര നടത്തിയ ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 1990s ശേഷമുള്ള. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഇന്ത്യ ചൈന റിലേഷൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ ഇവിടെ ചൈനയുമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇൻഡിറക്ട്ലി അവിടെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അത് നേരെയാക്കാനുള്ള ഒരു പ്രഷറാണ് അവിടെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലോങ് ടേമിൽ നമ്മൾ ടൈം ലൈനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെയും ഒരു അൺവാണ്ടഡ് ഒരു ഇൻവോൾവ്മെന്റ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ട് അവിടെ തങ്ങളാണ് യുദ്ധം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത് എന്ന് വരെയുള്ള ചില ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം വരെ നമ്മളിവിടെ കാണുമ്പോൾ സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ ബന്ധം ഊഷ്മളമാകാനുള്ള സാധ്യതകൾ അമേരിക്ക തകർക്കുന്നതിന് തുല്യമായിട്ടാണ് അത് നിലനിന്നത്. അപ്പൊ ഇവിടെയും വീണ്ടും ചൈനയുമായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് പാകിസ്ഥാനിലും അവിടെ അവരുടെ ഒരു സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഈ
വ്യാപാര ബന്ധങ്ങൾ അവിടെ നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിടിച്ചടക്കലുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഈ വ്യാപാരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഈ ഡംപിങ്ങും ഇഷ്യൂസും ഒക്കെ ചൈന ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണ്? കൃത്യമായ മാനദണ്ഡങ്ങളും അതിനുവേണ്ട പോളിസികളും നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഇപ്പോൾ തന്നെ നമ്മൾ പല ആപ്പുകൾ ബാൻ ചെയ്തതിനെ കുറിച്ചും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ള അതിൽ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള രീതികൾ നമ്മൾ എടുത്തു വെക്കുക. അതിനപ്പുറത്തേക്ക് ഈ ബന്ധം തന്നെ വേണ്ട, ഈ ഒരു ശ്രമമേ പാടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് രാജ്യം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ടേ വരുള്ളൂ. അപ്പോൾ വാജ്പേയിയുടെ കാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ എടുത്തു നോക്കിയാൽ, നവാസ് ഷെരീഫ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, അവിടെയാണ് പ്രതിപക്ഷം അപ്രസക്തമായി പോകുന്നതെന്നാണ് ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനകത്ത് സംസാരിക്കാനുള്ള ഒരു വകുപ്പ് പോലും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ എപ്പോഴും നമ്മൾ അതിനെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. അത് ഇൻഡിറക്ട്ലി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന് വരെ കാരണമാകാൻ ഉള്ള സാധ്യതയായിട്ടാണ് ഞാൻ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, ശ്രീ നിർമ്മൽ അബ്രഹാം, ഇങ്ങനെ ഒരു ചൈനയുമായിട്ട് ഇത്രയേറെ ഒരു അടുപ്പത്തിലേക്ക് നിൽക്കുമ്പോൾ ഇനി ഒരു ക്വാഡ് കൂട്ടായ്മയിലൊക്കെ അങ്ങനെ ഭാഗമായിട്ടിരിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? ക്വാഡ് കൂട്ടായ്മയിലൊക്കെ ഭാഗമായിട്ടിരിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് റെട്ടറിക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ബ്രിക്സിൽ നമ്മൾ കാണിക്കുന്ന എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ക്വാഡിൽ കാണിക്കും. ഇപ്പൊ ബ്രിക്സിൽ നമ്മൾ അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഡീൽ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിൽ ചൈനയും റഷ്യയും ഒരു കോമൺ കറൻസി കൊണ്ടുവരാം, US ഡോളറിനെ നമുക്ക് തകർക്കാന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു. IMF-ഉം വേൾഡ് ബാങ്കും വെച്ച് അമേരിക്ക ലോകം മൊത്തം കീഴടക്കുവാണ്, നമുക്ക് ബദലായിട്ടൊരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന മട്ടിൽ നിന്നു. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ബ്രിക്സിൽ ചെയ്യുന്നു. അമേരിക്കയ്ക്കെതിരെയുള്ള റിട്ടറിക്ക് റഷ്യയും ചൈനയും സ്ട്രോങ് ആക്കുമ്പോൾ ഇന്ത്യ മിണ്ടാതെ മൗനം പാലിക്കുന്നു. അത് തന്നെ ഇപ്പുറത്ത് ചെയ്യേണ്ടി വന്നേക്കാം. ക്വാഡിൽ നിൽക്കുമ്പോഴത്തേക്കും ചൈനയ്ക്കെതിരായിട്ടുള്ള റിട്ടറിക്കോ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെതിരായിട്ടുള്ള റിട്ടറിക്കോ സൗത്ത് ചൈന സീയിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ടുള്ള റിട്ടറിക്കോ ഇന്ത്യ സ്ട്രോങ് ആയിട്ട് ആ ഒരു നറേറ്റീവിന് പിന്നാലെ പോകുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനോ കൺസെഷൻസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഇന്ത്യക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ ഇപ്പം 2047 നമ്മൾ ഡെവലപ്മെന്റ് ഗോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഗ്രീൻ ടെക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയായിട്ടുള്ള ബന്ധം ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പൊ ചൈനയുടെ, അതുകൊണ്ടാണ് ചൈനയ്ക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഗുണകരമാകുന്നതിന് ഒരു ഫാക്ടർ അതാണ്. കാരണം നമ്മളിപ്പോൾ സോളാർ പാനൽ മൂലം നോക്കിയാൽ സോളാർ പാനൽസിന്റെ 85% മാനുഫാക്ചറും എക്സ്പോർട്ടും ചെയ്യുന്നത് ചൈനയാണ്. ലിഥിയം അയൺ ബാറ്ററീസിന്റെ 80% മാനുഫാക്ചറും എക്സ്പോർട്ടും ചെയ്യുന്നത് ചൈനയാണ്. വിൻഡ് ടർബൈൻസിന്റെ 60% മാനുഫാക്ചറിംഗ് നടക്കുന്നത് ചൈനയിലാണ്. റെയർ എർത്ത് മിനറൽസിന്റെ 70% മൈനിങ്ങും 90% പ്രോസസ്സിംഗും നടക്കുന്നത് അവിടെയാണ്. മാഗ്നറ്റ്സിന്റെ കേസിൽ 90% അവിടെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ന്യൂ ഏജ് ഗ്രീൻ ടെക്നോളജി ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം സോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ചൈന. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഗ്രീൻ ഡെവലപ്മെന്റിന്റെ ഭാഗത്തിലൊക്കെ ഇന്ത്യക്ക് ഒത്തിരി ഗുണം ചെയ്യും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, കോഷ്യസ് ആയിരിക്കുക. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു വാക്യം ഒന്നുകൂടെ പറയാണ്. ഇന്ത്യക്ക് അമേരിക്ക could be an unpredictable friend, but China is a predictable enemy. അതാണ് നമുക്കുള്ള ഗുണവും ദോഷവും. തീർച്ചയായിട്ടും അതാണ് ഇതിനകത്ത് പൊളിറ്റിക്സിനപ്പുറത്തേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾക്ക് അപ്പുറത്തേക്കും ഈ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു, അതൊക്കെ നേരത്തെ പറയുന്നതാണോ എന്നുള്ളത് കൂടിയാണ് ഇനി അറിയേണ്ടത്. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ പരിപൂർണമായിട്ട് കണ്ണടച്ച് തള്ളുമ്പോഴും അത് ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള ചർച്ചകൾ നടക്കുക എന്ന് കൂടി ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നത്. അതായത് പ്രേക്ഷകരോട് ചോദിച്ചു, ഇന്ത്യ ചൈന ഈ സഖ്യം US-ന് തിരിച്ചടിയാണോ എന്ന് തന്നെ കൂടുതൽ പ്രേക്ഷകരും വിശ്വസിക്കുന്നു. 86% പ്രേക്ഷകരും അതെ എന്നുള്ള ഉത്തരമാണ് നൽകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, MS വേണുഗോപാൽ, ആരിഫ് ഹുസൈൻ, അതോടൊപ്പം തന്നെ നിർമ്മൽ അബ്രഹാം, വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റിന്റെ ഭാഗമായിരുന്നു. പൂർണ്ണമാകുന്നു. നമസ്കാരം.